കേരളത്തെ ഞെട്ടിച്ച് വീണ്ടും വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ മണ്ണിനടിയിൽ പെട്ടിരിക്കുകയാണ്. രാവിലെ 11:15 കേരളത്തെ ഞെട്ടിച്ച ഈ ദുരന്തം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. രാവിലെ 11:15 ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഈ മണ്ണിടിച്ചിലാണ് 3 പേർക്ക് ജീവൻ നഷ്ടമായത്. നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ ഉൾപ്പെടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയുമാണ്. ഇതാണ് ആ ഞെട്ടിക്കുന്ന ദൃശ്യം. വയനാട്ടിൽ നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ ഭീതി ഇതുവരെ മാറിയിട്ടില്ല. അതിനു മുൻപാണ് ഇങ്ങനെയൊരു ദുരന്തം കൂടി വയനാട്ടിൽ ഉണ്ടായത്. കനത്ത മഴയായിരുന്നു വയനാട്ടിൽ, പക്ഷേ റെഡ് അലർട്ട് നൽകിയിരുന്നുമില്ല. അതും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മനുഷ്യനിർമ്മിത ദുരന്തം എന്ന വിശദീകരണം സർക്കാർ നൽകി കഴിഞ്ഞു. പക്ഷേ മനുഷ്യനിർമ്മിത ദുരന്തമാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുമില്ലേ? തുരങ്കപാതയുടെ പണി നടക്കുന്നതിനിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് അത് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നതാണ് ജൂൺ 20-ന്. പക്ഷേ മണ്ണ് നീക്കം ചെയ്തിരുന്നില്ല. അങ്ങനെ ആ മണ്ണ് കനത്ത മഴയിൽ ഒഴുകിയാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത്. പക്ഷേ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പിന്നീട് പരിശോധിക്കുവാൻ എന്തുകൊണ്ട് സംവിധാനം ഉണ്ടായില്ല തുടങ്ങി ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. MS അനീഷ് കുമാർ ചേരുകയാണ് ഇപ്പോൾ ദുരന്ത സ്ഥലത്ത് നിന്ന്. അനീഷ്, എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം? 3 മരണമാണോ ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്? മഞ്ജുഷ, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. മണ്ണിനടിയിൽ ഉണ്ട് എന്ന് കരുതുന്ന 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യഗന്ധം തിരിച്ചറിയാൻ ശേഷിയുള്ള നായ്ക്കളെ അടക്കം വിനിയോഗിച്ച് അത്യാധുനികമായ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. ഫയർഫോഴ്സിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ. പോലീസും ഒപ്പം സന്നദ്ധ പ്രവർത്തകരടക്കമുള്ളവരും ഈ തെരച്ചിലിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം 3 പേരുടെ മൃതദേഹങ്ങൾ തെരച്ചിലിൽ കണ്ടെത്തി എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരണം ലഭിക്കുന്നത്. പക്ഷേ അനൌദ്യോഗികമായി 5 എന്നുള്ള കണക്കൊക്കെ നേരത്തെ പുറത്തു വന്നെങ്കിലും നേരത്തെ DIGയും ഒപ്പം ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂടവും സ്ഥിരീകരിക്കുന്നത് 3 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കണ്ടെടുത്തു എന്നാണ്. അവ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 9 പേർ നേരത്തെ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് തേടി എത്തിയിരുന്നു. ഒപ്പം 3 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് 5 പേരെ കൂടി കാണാനുണ്ട് എന്ന കണക്കും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ഔദ്യോഗികമായ കണക്കുകളല്ല. കാരണം എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ചിത്രം നൽകാൻ കഴിയില്ല. കാരണം സാധാരണഗതിയിൽ ഈ അപകടം നടന്ന ഇടത്തേക്ക്, തുരങ്കത്തിന്റെ ആ ഭാഗത്തേക്ക് ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്താണ് ആളുകൾ, അതായത് കൃത്യമായ ഹാജർ രേഖപ്പെടുത്തിയൊക്കെയാണ് ആളുകൾ പോയിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി ഈ മഴ കനത്ത സാഹചര്യത്തിൽ അവിടെ മസ്റ്ററിംഗ് സംവിധാനമോ അല്ലെങ്കിൽ ഈ റോസ്റ്ററിലോ ഒപ്പിട്ടിട്ടോ അല്ലെങ്കിൽ പഞ്ചിങ് ഒന്നും നടത്തിയിട്ടല്ല ആളുകൾ പോയിരുന്നത്. നേരത്തെ തന്നെ ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളിയെ നമുക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2 ദിവസമായി കനത്ത മഴയായതിനാൽ ഈ റെഡ് അലേർട്ടും മറ്റുമൊക്കെ ഉള്ള സാഹചര്യത്തിൽ ജോലി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ജോലി നിർത്തിവെച്ചപ്പോഴും അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്, വലിയ വെള്ളത്തിന്റെ ഒരു പാച്ചിലുണ്ടാവുന്നു. ഒപ്പം മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് വിലയിരുത്താനായാണ് ഒരു സീനിയർ മാനേജറുടെയും ഫോർമാന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ജോലിക്കാരുടെ സംഘം അവിടേക്ക് പോയത്. ആ സമയത്താണ് ഇത്തരമൊരു അപകടം നടക്കുന്നത്. നമുക്കറിയാം അതിന്റെ ഒരു രൂക്ഷത, ഈ മല പോലെ മണ്ണ് അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. ലോഡ് കണക്കിന് മണ്ണാണ് അവിടെ കിടക്കുന്നത്. ഈ അപകടത്തിന് കാരണമായത്, ഈ വലിയ ദുരന്തത്തിന് കാരണമായത് എന്ന് എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോൾ വിശദീകരണം വരികയാണ്. സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായി വിശദീകരണം വന്നു, മന്ത്രിമാർ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, അതിലൊരു പരിശോധന നടന്നിരുന്നില്ലേ? എന്താണ് നാട്ടുകാർ പറയുന്നത്? അനീഷ്, നാട്ടുകാരും ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നാട്ടുകാരും ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്നതാണ്. കാരണം ഈ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ, ഈ പഞ്ചായത്ത് അംഗങ്ങളും മറ്റുമൊക്കെ ഇവിടെയുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ ആരെയും അത്തരത്തിൽ കാണാതായിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ വഴി കടന്നുപോയ വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ അതിൽ പെട്ടിട്ടില്ല എന്നും കണ്ടെത്തിയിരുന്നു. ഒരു ടാങ്കർ ലോറി തിരിച്ചു വരുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടിരുന്നു. ആ വെള്ളത്തിന്റെ ഒരു പാച്ചിലിൽപ്പെട്ടു. പക്ഷേ അപ്പോഴും തല നാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളെ അടക്കം നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രദേശവാസികൾ ആരും ഈ
പാച്ചിലിൽ അകപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എത്ര തൊഴിലാളികളുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം അധികൃതർ ഔദ്യോഗികമായി നടത്തണം. പോലീസൊക്കെ അക്കാര്യം കൃത്യമായി പരിശോധിച്ച ശേഷം വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കൃത്യമായ ഒരു വീഴ്ച നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം ഇത് ഈ കമ്പനിക്ക്, നിർമ്മാണ കമ്പനിക്ക് സംബന്ധിച്ച ഒരു കത്ത് നൽകിയെന്ന് പറയുമ്പോൾ പോലും ഒരു കത്ത് നൽകുക മാത്രമാണോ ഉത്തരവാദിത്തം? സാധാരണഗതിയിൽ ഒരു നിയമലംഘനം ചൂണ്ടിക്കാട്ടി ഒരിടത്ത്, ഒരു നിർമ്മാണം നടക്കുന്നിടത്ത് ഒരു കത്ത് നൽകിയാൽ പിന്നീട് ആ കത്തിൽ എന്ത് നടപടി ഉണ്ടായി, അല്ലെങ്കിൽ ആ അപകടാവസ്ഥ അങ്ങനെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ടത് കൃത്യമായും അധികൃതർ ഉത്തരവാദിത്തമാണ്. മറിച്ച് അപകടമുണ്ടായ ശേഷം തങ്ങൾ കത്ത് നൽകിയിരുന്നു എന്ന് മാത്രം പറയുന്നതിൽ അവരുടെ ഉത്തരവാദിത്തം ഒഴിവാകുന്നില്ല. ഇങ്ങനൊരു അപകട